ആദാബ് ബച്ചോ, CM കിഡ്സ് സ്കോളർഷിപ്പ് അഥവാ USS എക്സാം. ഉറുദുവിലെ കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ആ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുന്നു. അടുത്തതായിട്ട് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ഈ USS എക്സാമിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമുക്ക് ഇതെല്ലാം ശരിക്കത്തെ പാറ്റേൺ, ഒരു ചോദ്യം ABCD എന്നുള്ള ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്ന് കറക്റ്റ് ആയത് ശരിയാക്കി എടുക്കുക, അത് ശരിയാക്കി അത് OMRലേക്ക് ബബിൾ ചെയ്ത് കൊടുക്കുന്നതാണ് USSൻ്റെ പഴയ രീതി അല്ലേ. ഇപ്പോഴും അതേ രീതി തന്നെയാണ്, ABCD എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടാവും, പക്ഷേ അതിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ചേഞ്ചസ് എന്താണ് എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക അല്ലേ. സിലബസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, USSന് വരാൻ സാധ്യതയുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സവാൽ ഇതാണ്, ഹം യൗമേ കിസാൻ കബ് മനാത്തേ ഹേ. നമ്മൾ എപ്പോഴാണ് യൗമേ കിസാൻ അഥവാ കർഷക ദിനം ആചരിക്കുന്നത്? കർഷക ദിനം ആചരിക്കുന്നത് നമുക്കറിയാം ചിങ്ങം 1-നാണ് അല്ലേ. നമ്മുടെ ലീലാബായിയുടെ പാഠഭാഗത്തിൽ ഉണ്ടായിരുന്നു ചിങ്ങം 1 യൗമേ കിസാൻ അല്ലേ, യൗമേ കിസാൻ. ഓക്കെ, ഇത് തിരിച്ചും നമുക്ക് ചോദിക്കാൻ പറ്റില്ലേ. ചിങ്ങം 1 കോ ഹം ക്യാ ദിൻ മനാത്തേ ഹേ, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ചോദ്യവും ഇമ്പോർട്ടൻ്റ് ആണ്, ഉത്തരവും ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വേണം പഠിക്കാൻ. രണ്ടാമത്തേത്, ഖേത്ത് മേ കോൻ കാം കർത്തേ ഹേ. ഖേത്ത് മേ കോൻ കാം കർത്തേ ഹേ, ആരാണ് വയലിൽ ജോലി ചെയ്യുന്നത്? നമുക്കറിയാം കിസാനാണ് അല്ലേ, കിസാനാണ്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചും ചോദിക്കാൻ പറ്റും, അതെങ്ങനെയാണെന്നുള്ളത് മൂന്നാമത്തെ ചോദ്യത്തിൽ നമുക്ക് പരിചയപ്പെടാം. ഉസ്താദ് സ്കൂൾ മേ കാം കർത്തേ ഹേ, കിസാൻ കഹാം കാം കർത്തേ ഹേ. എന്താ പറഞ്ഞത്? ഉസ്താദ് സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്, കിസാൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? നമുക്കറിയാം ഖേത്ത് അല്ലേ, ഖേത്ത് മേ വയലിലാണ് കിസാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ പഠിച്ചു വെക്കുക. അടുത്തത് നാലാമത്തെ, സർക്കാർ की तरफ से हम कहाँ से पेड़ पौधे बीज खाद वगैरह मिलते हैं. സർക്കാരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് നമുക്ക് എവിടെ നിന്നാണ് ചെടികൾ, മരങ്ങൾ, വിത്തുകൾ, വളങ്ങൾ തുടങ്ങിയവയ്ക്ക് ലഭിക്കുന്നത്? ഇത് നമ്മുടെ ലീലാബായിയുടെ പാഠഭാഗത്തിലുണ്ടായിരുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം അറിയാം, കൃഷിഭവനാണ്. കൃഷിഭവനിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് അല്ലേ, ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഈ പേഡ് പൗദേ ബേജ് കാത് ഈ വാക്കുകളൊക്കെ നമ്മൾ എന്തായാലും പഠിക്കണം. ഇനി അഞ്ചാമത്തേത്, നന്ദു കിത്തനെ സാൽ കാ ലഡ്കാ താ. നന്ദു എത്ര വയസ്സുള്ള കുട്ടിയായിരുന്നു? നമുക്കറിയാം നന്ദു 10 സാൽ കാ ലഡ്കാ താ, 10 വയസ്സുള്ള കുട്ടിയായിരുന്നു അല്ലേ. നമ്മുടെ ഗരം ഗരം ജിലേബിയിലുള്ള പാഠഭാഗം, ആ ക്വസ്റ്റ്യനാണിത്. ഇനി ആറാമത്തേത്, സിഹത്ത് കെ ലിയെ ഡാഷ് ജരൂറത്ത് ഹോത്തി ഹേ. സിഹത്ത് കെ ലിയെ ഡാഷ് ജരൂറത്ത് ഹോത്തി ഹേ. അതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് കുവ്വത്ത് ബഹഷ് അസ എന്നുള്ളതാണ്. കുവ്വത്ത് ബഹഷ് അസ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോഷകാഹാരങ്ങൾ അല്ലേ. അപ്പോൾ നമ്മൾ ഒറ്റ വേർഡിൽ ഇതാണ് കൊടുത്തിരിക്കുന്നത്, ആ കുവ്വത്ത് ബഹഷ് അസ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ജരൂറത്ത് എന്നുള്ള വാക്കും നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ ഏതൊക്കെയാണ് കുവ്വത്ത് ബഹഷ് അസ എന്നുള്ളതും നമ്മൾ പഠിക്കണം. ഏതൊക്കെയാണ് നമുക്കറിയാലോ, നമ്മൾ ദൂത് അല്ലേ, പാല്, അതുപോലെ തന്നെ അണ്ട, മുട്ട അല്ലേ, അതുപോലെ തർക്കാരി, പച്ചക്കറികൾ, പഴങ്ങൾ അല്ലേ, അതേപോലെ തന്നെ നമ്മൾ ഗോഷ്ത് അല്ലേ, മച്ചലി, അതൊക്കെ നമ്മൾ ഒരുപാട് പോഷക സമ്പുഷ്ടമായിട്ടുള്ള ആഹാരങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ പേര് പഠിച്ചു വയ്ക്കുക. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം കൂടെ എന്ത് പേരിലാണ് വിളിക്കുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ നമുക്കതിന് അറിയണം അല്ലേ, കുവ്വത്ത് ബഹഷ് അസ എന്നാണ് പറയുക. അതേപോലെ ഈ ജരൂറത്ത് അത്യാവശ്യം എന്നുള്ള ഈ വേർഡും പഠിച്ചു വയ്ക്കുക. ഇനി ഏഴാമത്തെ ചോദ്യം നോക്കാം. ബർസാത്ത് ക്യാ ലാത്തി ഹേ. ബർസാത്ത് ക്യാ ലാത്തി ഹേ. ബർസാത്ത് എന്താണ് കൊണ്ടുവരുന്നത്? ബർസാത്തിൻ്റെ പാഠഭാഗത്തേക്ക് എത്തിയിട്ടോ, ബാരിഷാണ് അല്ലേ, മഴയാണ് ബർസാത്ത് കൊണ്ടുവരുന്നത്, നമുക്കറിയാം. ഇനി ഇസ്മേ
നാ മുനാസിബ് കോൺസാ ഹെ. എട്ടാമത്തെ ചോദ്യം ഇതാണ്. ഇതിൽ അനുയോജ്യമല്ലാത്തത് ഏതാണ് എന്നാണ്. ദൂത്, പൽ, ജിലേബി, സബ്സി. നമ്മൾ ഈ കുവ്വത്ത് ബഹ ഷസായുടെ കാര്യം പറഞ്ഞില്ലേ, അതുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ പാകത്തിലാക്കി തന്നിരിക്കുകയാണ് ഈ ചോദ്യത്തിനെ. ഇതിൽ നാ മുനാസിബ്, ഈ നാ മുനാസിബ് എന്നുള്ള വേർഡ് പഠിച്ചു വയ്ക്കണം. നാ മുനാസിബ് എന്താണ്? അനുയോജ്യമല്ലാത്തത്, അനുയോജ്യമല്ലാത്തത് എന്നാണ് ഈ നാ മുനാസിബ്. മുനാസിബ് എന്ന് വെച്ചാലോ അനുയോജ്യം. ഓക്കെ, അപ്പം നമ്മൾ ഓപ്ഷൻസ് വായിക്കുമ്പോൾ നമുക്കറിയുന്നുണ്ട് ഓപ്ഷൻ സി ആണ് ഇതിൽ അനുയോജ്യമല്ലാത്തത്. കാരണം ജിലേബി ഒരു പോഷകാഹാരമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ. ബാക്കിയെല്ലാം എന്താണ്? നമ്മൾ പോഷകാഹാരത്തിൽ പെടുന്നതാണ്, നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇനി 9ാമത്തെ, ബർസാത്ത് സിർപ്പ ആയി കാലി ഗഠായിലായി യേ ഷേർ കിസ്നെ ലിഖാ ഹെ. ഈ ഷേർ എഴുതിയത് ആരാണ്? ആരാണ് നമ്മുടെ ഷാഇർ? ആരാണ്? ഇങ്ങനെയും ചോദിക്കാം. ഇസ്കാ ഷാഇർ കോൻ ഹേ എന്നും ചോദിക്കാം കേട്ടോ. ഷാഇർ എന്ന് പറഞ്ഞാൽ കവി. ആരാണ്? അൽതാഫ് ഹുസൈൻ ഹാലിയാണ്. അപ്പം നമ്മൾ ഓരോ പാഠഭാഗം അല്ലെങ്കിൽ ഈ കവിതകളുടെ താഴെ അത് എഴുതിയ കവികളുടെ പേരുണ്ട്, അത് നമ്മൾ പഠിച്ചു വെക്കണം. അൽതാഫ് ഹുസൈൻ ഹാലിയാണ് ബർസാത്ത് എന്നുള്ള ഈ വരികളിൽ ബർസാത്ത് എന്നുള്ള കവിത എഴുതിയത്. ഇനി അടുത്തത് 10ാമത്തെ ചോദ്യം. കേരളമേ കബ് സേലാബ് ഹുവ. എപ്പോഴാണ് സേലാബ്, എപ്പോഴാണ് വെള്ളപ്പൊക്കം ഉണ്ടായത്? 2018 അല്ലേ, 2018. അപ്പോൾ നമ്മുടെ അടുത്ത ഹാത്ത് മിലായി എന്നുള്ള പാഠഭാഗത്തിലെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. 2018. തിരിച്ചും ചോദിക്കാം. 2018 ഹിന്ദുസ്ഥാൻ കെ കിസ് റിയാസത്ത് മേ സേലാബ് ഹുവ എന്ന് ചോദിക്കാം. ഇതിൽ നിന്ന് തന്നെ ഒരു 3 ചോദ്യങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. പിന്നെ 2018 മേ കേരള മേ ക്യാ ഹുവ എന്ന് ചോദിക്കാം. എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കാം. അപ്പോൾ ഇതിലെ ഈ സേലാബ് എന്നുള്ള വാക്ക്, ഈ 2018 എന്നുള്ള വാക്ക് കേരളത്തിലായിരുന്നു എന്നുള്ളത്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും ചോദ്യവും ഉത്തരവും പഠിക്കണം എന്നുള്ളത്. ഓക്കെ, ചോദ്യവും ഉത്തരവും പഠിക്കണം. ഓക്കെ, ശരി. അടുത്തത് 11ാമത്തെ, ഗർമി കെ മൗസമേ സാരേ ഖേത്ത് ഡാഷ് ഹേ. ഗർമി കെ മൗസം. ഏതാണ് ഗർമി കെ മൗസം? അതെ, ബർസാത്തിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, അഥവാ വേനൽക്കാലം. വേനൽക്കാലത്ത് എല്ലാ വയലുകളും എന്താ സംഭവിക്കുന്നത്? സൂക്രഹേഹെ അല്ലേ, സൂക്രഹേഹെ, ഉണങ്ങി പോകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വേർഡ്സ് ഒക്കെ പഠിക്കുക. ഗർമി കെ മൗസം, അതുപോലെ തന്നെ സൂക്രഹേഹെ, അതൊക്കെ പഠിക്കണം. ഇനി ഓക്കെ, 12ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. സുബഹ് കോ സൂരജ് നികൽ രഹാ ഹെ, ഷാം കോ സൂരജ് ഡാഷ് ഹെ. സുബഹ് അല്ലേ, പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരുന്നു. ഷാം കോ സൂരജ് എന്ത് ചെയ്യുന്നു? ഡൂബ് രഹാ ഹെ, അസ്തമിക്കുന്നു. അപ്പോൾ ഈ വേർഡ്സ് പഠിക്കുക. ഷാം എന്നുള്ള ഈ ഒരു സമയം, സുബഹിൻ്റെ ഓപ്പോസിറ്റാണ് ഷാം. ഇങ്ങനെയും തിരിച്ചും ചോദിക്കാം. സുബഹ് കി സൊദ് ക്യാ ഹെ എന്ന് ചോദിച്ചൂടെ? സുബഹ് കി സൊദ്, സൊദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ ഇതെല്ലാം പഠിക്കേണ്ടതാണ് കേട്ടോ. ഈ ഗർമി കെ മൗസത്തിൻ്റെ ഓപ്പോസിറ്റാണ് ബർസാത്ത് അല്ലെങ്കിൽ ബാരിഷ് കെ മൗസം. അതുപോലെ തന്നെ സുബഹിൻ്റെ ഓപ്പോസിറ്റാണ് ഷാം. അതുപോലെ തന്നെ നികൽ രഹാഹേൻ്റെ ഓപ്പോസിറ്റാണ് ഡൂബ് രഹാഹെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കണം. ഇനി 13ാമത്തെ ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. സൂരജ് കഹാ സേ നികൽത്തേ ഹെ. സൂര്യൻ എവിടെ നിന്നാണ് ഉദിക്കുന്നത്? എവിടെ നിന്നാണ് ഉദിക്കുന്നത്? മഷ്രിഖ് സേ അല്ലേ, അഥവാ കിഴക്കിൽ നിന്നാണ് സൂര്യൻ ഉദിക്കുന്നത്. ഇനി സൂരജ് കഹാ ടൂബ് തേഹെ. സൂര്യൻ എവിടെയാണ് അസ്തമിക്കുന്നത്? മഗ്രിബ് മേ, അഥവാ പടിഞ്ഞാറ്. അപ്പോൾ ഈ മഷ്രിഖിൻ്റെ ഓപ്പോസിറ്റാണ് മഗ്രിബ്, നികൽ തേഹേൻ്റെ ഓപ്പോസിറ്റാണ് ഡൂബ് തേഹെ. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ നന്നായി ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്തത് 15. പേട് ലഗാവോ ഫിത്രത്ത് ബച്ചാവോ യേ ഡാഷ് ഹെ. ഏക്ക് ഡാഷ് ഹെ എന്താണ്? പേട് ലഗാവോ ഫിത്രത്ത് ബച്ചാവോ എന്ന് പറയുന്നത് എന്താണ് സംഭവം? ഇത് ഒരു നുഇറയാണ് അല്ലേ, ഒരു നുഇറയാണ്. ഇത് ഒരു മുദ്രാവാക്യമാണിത് അല്ലേ, ഇതൊരു നുഇറയാണ്. അപ്പോൾ ഈ വേർഡ്സ് പഠിച്ചു വയ്ക്കുക. ഇനിയിപ്പോൾ ഇതിന് പകരമായിട്ട് സുഹ്റ, ബഹ്റ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ തരാം. അപ്പോൾ ഈ നുഇറ കറക്റ്റായിട്ട് ആ വേർഡ് നമ്മൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് അത് ഉത്തരം ശരിയായിട്ട് കർപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്തത് 16ാമത്തെ ചോദ്യം. ഇനി അടുത്തത് നമ്മുടെ പഡോസി എന്നുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഹമാരി ഗർ കെ പാസ് രഹ്നെ വാലെ ലോഗ് കെ നാം ക്യാ ഹെ. നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളുകളുടെ പേരെന്താണ്? എന്താണ്?
പഡോസി അല്ലേ, അയൽക്കാർ. പഡോസി എന്നുള്ള ആ ഒരു വേർഡ് നമ്മൾ പഠിച്ചു വെക്കണം. ഇനി 17ാമത്തെ ബഡേ സീദേ സാദേ ഹമാരേ പഡോസി ഖുദാ സബ്കോ ദേ ഐസെ പ്യാരേ പഡോസി യേ കിസ്കാ ലിഖാ ഹുവാ ഷെർ ഹേ. ഇത് ആരാൽ എഴുതിയ വരികളാണ്, ആരാൽ എഴുതിയ ഈരടികളാണിത്? ഇത് ജഫർ ഗോരഖ്പൂരിയാണ്. നമ്മുടെ പഡോസി എന്നുള്ള പാഠഭാഗം എഴുതിയത് ഇദ്ദേഹമാണ്. അപ്പോൾ ആ പേര് നമ്മൾ പഠിച്ചു വെക്കുക. ഇനിയിപ്പോൾ അൽത്താഫ് ഹുസൈൻ ഹാലിയാണ് ബർസാത്ത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഓർത്തോർത്ത് വെക്കണം. ഇനി 18ാമത്തെ കുടുംബശ്രീ ഡാഷ് കാ അഞ്ജുമൻ ഹേ. കുടുംബശ്രീ ഡാഷ് കാ അഞ്ജുമൻ ഹേ. ആരുടെ അഞ്ജുമനാണ്, ആരുടെ കൂട്ടായ്മയാണ് കുടുംബശ്രീ? നമുക്കറിയാം ഔറത്തോം കാ അഞ്ജുമൻ ഹേ. ഔറത്തോം സ്ത്രീകളുടെ അഞ്ജുമനാണ് കുടുംബശ്രീ. അല്ലെങ്കിൽ ഇങ്ങനെയും ചോദ്യം ചോദിക്കാം, ഔറത്തോം കാ അഞ്ജുമൻ ഹേ ഡാഷ്. ഇങ്ങനെയും ചോദിക്കാം, സ്ത്രീകളുടെ കൂട്ടായ്മയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വര കൊടുക്കുക അല്ലേ, എന്നിട്ട് കുറേ ഓപ്ഷൻസ് കൊടുക്കാം. അപ്പം നമ്മൾ പഠിച്ചു വെക്കുക കുടുംബശ്രീ, അതുപോലെ തന്നെ ഔറത്തോം അല്ലേ, ഇതൊക്കെ പഠിച്ചു വെക്കണം. ഇനി 19ാമത്തെ ചോദ്യം നോക്കാം. ഈ 19ാമത്തെ ചോദ്യം നോക്കൂ. औरतों का बढ़ावा देने के लिए और गरीबी दूर करने का सरकारी मंसूबा की नाम क्या है? എന്താണ്? സ്ത്രീകളുടെ പുരോഗതിക്കും ദാരിദ്ര്യം അകറ്റാനുമായിട്ടുള്ള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരെന്താണ്? അങ്ങനെ നമുക്ക് എന്ത് ചോദിക്കാം? കുടുംബശ്രീയെക്കുറിച്ചുള്ള ചോദ്യം ചോദിക്കാം. അതിൻ്റെ ഉത്തരം കുടുംബശ്രീ എന്നാണ്. ഇനി 20ാമത്തെ കേരളമേ മെട്രോ കഹാം ഹേ. കേരളത്തിലെ എവിടെയാണ് മെട്രോ ഉള്ളത്? മെട്രോ ഉള്ളത് എറണാകുളം ജില്ലയിലാണ് അല്ലേ, എറണാകുളത്താണ് മെട്രോ ഉള്ളത്. ഇനി ട്രാഫിക് മേ സിഗ്നൽ ഹേ തോ ഹം ഗാഡി രുക്ന ചാഹിയെ അല്ലേ. ഡാഷ് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ, ട്രാഫിക്കിൽ ഡാഷ് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വാഹനം നിർത്തണം. ഏത് സിഗ്നൽ ആണെങ്കിലാണ്? നമുക്കറിയാം ചുവന്ന സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ നിർത്തണം അല്ലേ. ചുവന്ന സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗാഡി രുക്ന ചാഹിയെ അല്ലേ. ഇനി നമുക്ക് നമ്മുടെ ഈ ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, ഇതെങ്ങനെയാണ് നമ്മുടെ USS ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ചോദ്യത്തിന് തുടങ്ങാം കേട്ടോ. ആദ്യം നമ്മൾ ഏതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആ ഖുവ്വത്ത് ബഹഷ് അസായിയുടെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നില്ലേ, അതിൽ നിന്ന് തുടങ്ങാം. നോക്കൂ, ഒരു ഓപ്ഷൻ തരികയാണ്. ഏതാന്നു? തർക്കാരി, ബി പൽ, സി തരികയാണ് ജിലേബി, അടുത്തത് ഡി തരികയാണ് ദൂത്. എന്നിട്ട് ഇതിൽ നിന്ന് ചോദിക്കുകയാണ്, ഇതിൽ നിന്ന് വീണ്ടും താഴേക്ക് തരികയാണ് കേട്ടോ. വീണ്ടും ഒരു ഓപ്ഷൻ തരികയാണ്. ഇവിടെ എഴുതാം സ്വഹീഹ് ജുംലെ ചുൻകർ ലിഖിയെ എന്നായിരിക്കും ചോദ്യം. സ്വഹീഹ് ജുംലെ ചുൻകർ ലിഖിയെ എന്നുവെച്ചാൽ ശരിയായ ജുംല തിരഞ്ഞെടുത്ത് എഴുതുക. ഇനി ഇങ്ങനെ 4 തന്നിട്ടാണ് കേട്ടോ എത്തിച്ച് തരുന്നത്. ഇനി എ പറയാണ് എ ഓർ ബി സ്വഹീഹ് ഹേ. എ ഓർ ബി സ്വഹീഹ് ഹേ തന്നു. അടുത്തത് ബി തരികയാണ് എ ബി ഓർ സി സ്വഹീഹ് ഹേ. ഇങ്ങനെയും തന്നു. ഇനി അടുത്തത് സി തരികയാണ് എ ബി और डी സ്വഹീഹ് ഹേ. പിന്നെ അടുത്തത് തരാണ് എ ബി സി ഓർ ഡി സ്വഹീഹ് ഹേ. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെയാണ് മോഡൽ വന്നിരിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ടിക്ക് ചെയ്യാനുള്ളതിന് പകരമായിട്ട് നമ്മളെ കൺഫ്യൂഷൻ ആക്കാനായിട്ട് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ തരും. ആദ്യത്തെ നോക്കൂ, എയും ബിയും സ്വഹീഹാണെന്നാണ് പറഞ്ഞത്, ശരിയാണെന്നാണ് പറഞ്ഞത്. എ ബി സ്വഹീഹാണ് അല്ലേ, അത് ശരി തന്നെയാണ്. ഇനി ബി എന്താണ്? എ ബി ഓർ സി സ്വഹീഹ് എന്ന് പറഞ്ഞു. എയും ബിയും സിയും ശരിയാണോ? അല്ല. ഇനി മറ്റേ നമ്മുടെ സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, എ ബി ഓർ ഡി സ്വഹീഹ്. എയും ബിയും ഡിയും ആണ് ശരി എന്നാണ് പറഞ്ഞത്. അടുത്തതിൽ എ ബി സി ഡി ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായ ഓപ്ഷൻ? നമുക്കറിയാം എ ബി ഡി അല്ലേ. ഇതൊക്കെ എന്താ? ഖുവ്വത്ത് ബഹഷ് അസയാണ്. വേണമെന്നുണ്ടെങ്കിൽ ചോദ്യത്തിൽ ഇങ്ങനെയും തരാം കേട്ടോ. ഇങ്ങനെ ഖുവ്വത്ത് ബഹഷ് അസ കെ ബാരെ മേ, ഖുവ്വത്ത് ബഹഷ് അസ കെ ബാരെ മേ സ്വഹീഹ് ജുംലെ ചുൻകർ ലിഖിയെ, അങ്ങനെ ആക്കാം.
മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം തന്നേ ഉള്ളൂ. ഈ ചോദ്യം വരണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ആയിരിക്കും ഓപ്ഷൻസ്, ഇങ്ങനെ ആയിരിക്കും മാറി വരുന്ന പാറ്റേൺ. അപ്പോൾ നമ്മളിതിൽ ഏതായിരിക്കും ടിക്ക് ഇടുക? ഇതാണ്. അപ്പോൾ നമ്മൾ OMRൽ ഇവിടെ കൊടുത്തിട്ടുണ്ടാവില്ലേ, ഇങ്ങനെ നമ്മൾ OMR ഒക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇതിൽ ഏതാണ് ABC ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പറിൻ്റെ നേർക്ക് നമ്മൾ എഴുതും. ഇതിപ്പോൾ രണ്ടാമത്തെ ചോദ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 2, ഇതിൻ്റെ ഓപ്ഷൻ നമ്മൾ C കണ്ടു. അപ്പോൾ Cനെ നമ്മളിവിടെ കറുപ്പിക്കുന്ന സമയത്ത് മുഴുവനായും കറുപ്പിക്കണം. അതല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു ബബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം, അല്ലെങ്കിൽ ഇങ്ങനെ മാത്രം, ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇങ്ങനെ മുഴുവനായിട്ട് തന്നെ നമ്മൾ കറുപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊരു മോഡൽ പരിചയപ്പെടുത്തി തന്നതാണ്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വൃത്തിയായി പഠിക്കുക. ഇനി അടുത്ത ഭാഗവുമായിട്ട് വീണ്ടും വരാം. ഹുദാ ഹാഫിസ്.